നമ്മളിന്ന് ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമാകുന്ന മയക്കുമരുന്നും അതുപോലെയുള്ള സംഗതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് വാചാലരാകാറുണ്ട്. ഒരുപക്ഷെ എൻ്റെയൊക്കെ പ്രായത്തിൽ കോളേജിൽ പഠിച്ചിറങ്ങിയ ആളുകൾ ഇന്നത്തെ ക്യാമ്പസുകളെ സംബന്ധിച്ച് പറയാറുണ്ട്, വായന മരിക്കുന്നു, ചിന്തകൾ മരിക്കുന്നു, ആരോഗ്യകരമായ ചർച്ചകൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഓർക്കേണ്ടത് ഈ പൗരത്വ ഭേദഗതിയുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ രാജ്യത്താകമാനം പല പല യൂണിവേഴ്സിറ്റികളിലും പല പല ഗ്രാമങ്ങളിൽ നിന്നും സ്ത്രീകളും കർഷക സമരവും ഒക്കെ ഉത്ഭവിച്ചിട്ടും കേരളത്തിലെ ഒരൊറ്റ യൂണിവേഴ്സിറ്റികളിലും ഈ പറയുന്ന അടയാളപ്പെടുത്തപ്പെടും വിധം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് ഉണ്ടായില്ല എന്നത് കേരള ചരിത്രത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസവും അതുമായി അനുബന്ധ ചിന്തകളും ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവമായി ഓർക്കേണ്ട ഒരു സംഗതിയാണ്. രാജ്യം അടയാളപ്പെടുത്തിയ ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ജീവൻ ബലി കൊടുത്തവരുണ്ട്. അതിനുവേണ്ടി കത്തിപ്പടർന്ന ക്യാമ്പസുകളുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയും അതുപോലെ സിഖ് മതങ്ങളുടെ ഗുരുദ്വാരകളും അലിഗഡ് യൂണിവേഴ്സിറ്റിയും പിന്നെ ഹൈദരാബാദിലെ പല യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഇതിനെതിരെ പല പ്രക്ഷോഭങ്ങളും ഉണ്ടായെങ്കിലും സ്വതവേ എല്ലാവരെക്കാളും പുരോഗമനവാദികളാണ്, എല്ലാവരെക്കാളും ഉയർന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി ആകട്ടെ, MG യൂണിവേഴ്സിറ്റി ആകട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആകട്ടെ, ഒരിടങ്ങളിൽ പോലും ഒന്നും സംഭവിച്ചില്ല. മറിച്ച് നമ്മുടെ NITയുടെയൊക്കെ കോഴിക്കോട് ക്യാമ്പസിലൊക്കെ ഉണ്ടായതുപോലെ അവിടെ ഗോഡ്സെ പ്രകീർത്തനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ കേരളത്തിൽ അലയടിച്ചു. ആ അലയടിച്ചവർക്കൊന്നുമെതിരെ കാര്യമായ ഒരു പ്രതിരോധവും കേവലം ഈ കുണുകുണുവാവകളുടെ പത്രസമ്മേളനങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ അത്തരം കാണിപ്പിക്കലുകൾക്കപ്പുറത്ത് ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആ യുവജന രാഷ്ട്രീയത്തെയോ പ്രസ്ഥാനങ്ങളെയോ ഇപ്പം മുതിർന്ന ആളുകളാരും പരിഗണിക്കുന്നു പോലുമില്ല എന്നതാണ് സത്യം. പണ്ട് യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും തിരുത്തൽ ശക്തികളായിരുന്നു. അവരെന്ത് പറയുമെന്ന് ഉത്കണ്ഠപ്പെട്ടിരുന്നു എല്ലാ പാർട്ടിയിലും. ഇപ്പോൾ അതിലൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം വെറും പ്രസ്താവന ആളുകൾ മാത്രമായി അവരൊക്കെ മാറിയിരിക്കുന്നു. ഇനി അതും പോരട്ടെ, അതും വിട്ടുകഴിഞ്ഞാൽ ഈ നവോത്ഥാന മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന കേരളത്തിൽ ഒരുപാട് പണ്ട് ഈ നമ്മുടെ എന്താ പറയുന്നത് ക്യാമ്പസുകളിൽ നിന്ന് ഉത്ഭവിച്ച ഒരുപാട് സംഭവങ്ങൾ കേരളത്തെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരുപിടി നേതാക്കളുണ്ട്, സാമൂഹ്യമായ ഒരുപിടി നേതാക്കളുണ്ട്, കലയിലെ ഒരുപിടി നേതാക്കളുണ്ട്. അവരുടെയൊക്കെ തീക്ഷ്ണമായ യൗവനം പല തിരുത്തലുകൾക്കും ഈ സമൂഹത്തിൽ കാരണമായിട്ടുണ്ട്. നമ്മൾ മുദ്രാവാക്യം വിളി കേട്ട് ആകെ കേരളത്തിൽ ഞെട്ടിയത് മറ്റേ അവലും മലരും എന്ന് പറഞ്ഞ മുദ്രാവാക്യം ആലപ്പുഴയിൽ വിളിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാഥയിൽ മുഴങ്ങിയ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ, അന്നേ വിയോജിച്ച ആളാണ്. അങ്ങനെ സമൂഹത്തിൽ വിളിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളുമാണ്. പക്ഷേ അതിന് കോടതി കിടുങ്ങി, ഒരുപാട് ചാനലുകൾ കിടുങ്ങി. അതിൽ ആ തോളിലിരുന്ന പയ്യൻ്റെ ഉപ്പുപ്പായ അടക്കം ഖബറ് തോണ്ടിപ്പോലും അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാതൊക്കെ അകത്താക്കിയ ഒരു കാലത്ത് പുതിയ കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ ജോർജ് മാഡത്തെ KSUക്കാർ പ്രതിഷേധ സമരത്തിൽ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി. അതിന് രണ്ട് പക്ഷവും രണ്ട് അഭിപ്രായങ്ങളുമായി എല്ലാവരും ഉണ്ട്. കേരളത്തിലെ ചാനലുകളും മാധ്യമങ്ങളുമെല്ലാം ആ രണ്ട് പക്ഷത്തുമാണ് നമ്മൾ വായിച്ചു നോക്കിയാൽ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്രമിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം നേർക്ക് നേരെ ഒട്ടുമില്ല എന്നത് ഒരു വശത്ത്, മറിച്ച് അവർക്ക് അവിടെ വെച്ച് അത് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി മറുവശത്ത്. ഇത് രണ്ടും നിൽക്കുന്ന വേളയിലാണ് നവോത്ഥാന പുരോഗമന നാട്ടിൽ, നമ്മുടെ സാംബശിവൻ്റെ നാട്ടിൽ, അതുപോലെ തന്നെ നമ്മുടെ ONV കുറുപ്പ് സാറിൻ്റെ ഒക്കെ നാട്ടിൽ നിന്ന് വളരെ കമനീയമായ ഒരു മുദ്രാവാക്യം വിളികളുമായി ഒരു രാത്രി ഉണർന്നത്. കേട്ടോളൂ. ജാഥ നയിക്കുന്നത് ഡോക്ടറേറ്റൊക്കെയുള്ള പുരോഗമനാശയങ്ങൾ സംസാരിക്കുന്ന ഡോക്ടർ ചിന്താ ജെറോമാണ്. അതിൽ മുഴങ്ങുന്ന മുദ്രാവാക്യം ഇങ്ങനെയാണ്: അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ തെണ്ടികളെ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധം നടത്താറുണ്ട്, പ്രതിഷേധങ്ങളിൽ പരസ്പരം ആക്രമിക്കപ്പെടാറുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ ആക്രമിച്ച സംഭവമുണ്ട്, KV തോമസിനെ കരിയോയിൽ ഒഴിച്ച സംഭവമുണ്ട്. അതുപോലെ ഒരൊറ്റടിക്ക് നമ്മുടെ TP ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചെയർമാനെ അടിച്ച് താഴെയിട്ട സമരങ്ങളുണ്ട്. പിന്നെ അതുപോലെ അന്നത്തെ ഒരു IAS ഓഫീസറെ KSUക്കാർ കരിയോയിൽ ഒഴിച്ച സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി രാഷ്ട്രീയ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്.
പക്ഷേ ആ ചെയ്യുന്നവരെല്ലാം അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആകുമ്പോൾ ആ ഗണത്തിൽ ആരെല്ലാം വരും? കഷ്ടമാണ്, കഷ്ടമാണ്, കഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ് ഒരുപാട് കുട്ടികൾ ഇതിനേക്കാളൊക്കെ മെച്ചമാണ്, ഇതിനൊക്കെ നടക്കുന്നതിനേക്കാൾ നല്ലത് കാശൊപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് ഈ മയക്കുമരുന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളുമൊക്കെയായി പോകുന്നതും ഒരു കൂട്ടം എന്താ പറയുന്നത്, ഒരു സംഗതിയുമില്ലാത്ത ഒരു കൂട്ടം അടിമകളായി യുവജന പ്രസ്ഥാനങ്ങൾ മാറുന്നതും. തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്.